ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫാൻറ്റസി ഹോമിലേക്ക് എന്നെ എല്ലാവരും വെൽക്കം ചെയ്യാൻ കേട്ടോ. അതായത് ഞാൻ കഴിഞ്ഞ തവണ എൻ്റെ ഡ്രൈവിംഗ് ക്ലാസ്സിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം വിട്ടിട്ട് ഒരു ദിവസം, അതായത് ഒന്നരാടാണ് ക്ലാസ് ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച എനിക്ക് ക്ലാസ്സിന് വരാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ മാഷ് ലേണിങ്ങിന് വിട്ടിട്ടുണ്ടായിരുന്നു, ലേണിംഗ് എക്സാം എഴുതാനായിട്ട്. അവിടെ തൃപ്രയാർ വെച്ചിട്ടായിരുന്നു ലേണിംഗ് എക്സാം. ആദ്യമൊക്കെ ഞാൻ പേടിച്ചിട്ട് പോയി. മാഷ് പറഞ്ഞ് ഒരു ആപ്പ് ഉണ്ട്, RTOൻ്റെ ഒരു ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്ത് തന്നു. എന്നിട്ട് അതിൽ ക്വസ്റ്റ്യൻ പഠിച്ച് പോയാൽ മതി, നന്നായി പഠിച്ച് പൊക്കോളൂ, തെറ്റല്ലേ എന്നൊക്കെ പറഞ്ഞു. ഓൾറെഡി ലൈസൻസ് ഉള്ള കാരണം മാഷിക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. പക്ഷേ അവിടെ ഞങ്ങൾക്ക് ഈ സൈൻ മാത്രമേ ചോദിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അങ്ങനെ അതൊക്കെ പഠിച്ചു പോയി. തൃപ്രയാറൊക്കെ എത്തി. ഒരു 9:45 എത്തി. 11 മണിക്കുള്ള നേരത്തെ പോയി എത്തിയതാട്ടോ. അവിടെ ചെന്നപ്പോൾ ഉണ്ട് കുട്ടികളുടെ കയ്യിലൊക്കെ ഒരു ബുക്ക് കണ്ടു. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളുടെ കയ്യിൽ ബുക്ക്? എനിക്കൊക്കെ ആപ്പാണല്ലോ തന്നെ. അല്ല ചേച്ചി, ഇതുണ്ട്, എല്ലാവർക്കും ഉണ്ടല്ലോ, ചേച്ചിക്ക് എന്താ തരാനേന്ന്. അപ്പോൾ ടെൻഷൻ കയറി. അങ്ങനെ അവരെ കയ്യിൽ നിന്ന് ബുക്കൊക്കെ വാങ്ങി പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇതിലുള്ളത് തന്നെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അതിലുള്ളൂ. എങ്കിലും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കുട്ടി പറഞ്ഞ്, അയ്യോ ചേച്ചി ഞാൻ രണ്ടാമത്തെയാണ്. അപ്പോൾ വേറെ കുട്ടി പറഞ്ഞു, ഞാൻ 3ാമത്തെ പ്രാവശ്യം. അതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സാകെ താളം തെറ്റി, പേടിച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ബുക്ക് തിരിച്ചു കൊടുത്തിട്ട്, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, 10-60 പേരുണ്ടായിരുന്നു. ആ ബുക്ക് തിരിച്ചു കൊടുത്തിട്ട് ഞാൻ ഒറ്റയ്ക്ക് സൈലൻ്റായിട്ട് പോയിരുന്നു. ഈ ആപ്പിൽ മാത്രം പഠിച്ചു. എൻ്റെ പേര് ഉഷ എന്നായതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. 12 ക്വസ്റ്റ്യൻ കറക്റ്റായി വന്നപ്പോൾ 12ാമത്തെ എൻ്റെ തെറ്റുപറ്റി. അത് ഞാൻ അമർത്തിയത് 2 കോളത്തിലും കൂടി കൈ വിരലമർന്ന കാരണം 12ാമത്തെ ക്വസ്റ്റ്യൻ തെറ്റി. അപ്പോൾ 13ാമത്തേൽ കറക്റ്റും ആയപ്പോൾ ഞാൻ പാസ്സായി. അതായത് 20 ക്വസ്റ്റ്യൻ ചോദിക്കും, അതിൽ 12 എണ്ണം ക്ലിയർ ആവണം. അപ്പോൾ 13 ക്വസ്റ്റ്യനിൽ 12 എണ്ണം ഞാൻ ചെയ്തു. അപ്പോൾ പാസ്സായി. ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. ലേണിംഗ് പാസ്സായി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എടുക്കണം, അതേമാതിരി റോഡ് എടുക്കണം. ഇതാണ് എടുക്കാൻ സുഖമുണ്ട്, പക്ഷേ ക്ലച്ച് ആയതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ട്. ഇനി ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇത് കണ്ടില്ലേ, ഇവിടെ ഞങ്ങൾക്കൊക്കെ കാവൽ കിടക്കുന്ന ഒരു പട്ടിയാണ് കേട്ടോ. പട്ടിയാ നായാണെന്ന് എനിക്കറിയില്ല. കണ്ടു, ചെറിയ കുട്ടിയാണ്. എല്ലാവരും ഈ ക്ലാസ്സിൽ വരുന്ന കുട്ടികൾ, പെൺകുട്ടികൾ, ഇവിടെ അവനോ നോക്കട്ടെ, എന്താ ഭക്ഷണം കൊടുക്കും. അതായത് എന്തെങ്കിലും ബിസ്ക്കറ്റോ അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇതില്ലേ റസ്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടു കൊടുക്കും. അപ്പോൾ അതിങ്ങനെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ കണ്ടു. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ആരും ഇല്ല കേട്ടോ. ഞാനാ നേരത്തെ വരിക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്ന് വരണമെങ്കിൽ കുറച്ച് ദൂരമുണ്ട്. ബസ്സിൽ വരികയാണെങ്കിൽ 10 മണിക്ക് ബസ്, 10 മണി കഴിയും ബസ് വരുമ്പോൾ. പിന്നെ ബസ് അവിടെ ഇറക്കി വിട്ട് പിന്നെയും നടക്കണം. അപ്പോൾ ഇന്ന് മോൻ ഈ വഴിക്കാണ് പോകണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ഇവിടെ നിന്ന് ഇറക്കാൻ പറഞ്ഞു. ഞാനിവിടെ ഇറങ്ങിയതാണ്. ഇത്ര നേരം അവൾ ആ പഠിക്കൽ കണ്ടു. അവിടെയാണ്, അവിടെ നടന്ന് വരണം. ഇത് അമ്പലമാണ്. അപ്പോൾ അവിടെ നിന്ന് നടന്ന് വരണം. ഇത്ര നേരം ഇവനാണത്. ഇവൻ അവിടെയാണ് കിടന്നേറുന്നത് കേട്ടോ. ആ കണ്ടില്ലേ, ആ ഗേറ്റിൻ്റെ അവിടെയാണ് കിടന്നേറുന്നത്. ഞാൻ വന്നപ്പോൾ ഞാനും അവൾക്കൊരു ബിസ്ക്കറ്റ് കൊണ്ടുവന്ന് കൊടുത്തു. ഞാൻ വന്നപ്പോൾ ഞാൻ ഇരിക്കുന്ന സ്ഥലം ഈ ഷെഡിലാണ് കേട്ടോ. ഇവിടെയാണ് ഞങ്ങൾ വന്നിരിക്കുക. അപ്പോൾ വന്നിരുന്നാണ്ടോ. നമ്മളൊരു ചൊല്ലുണ്ട്, നമ്മൾ കഴിക്കാൻ കൊടുക്കണമെങ്കിൽ പട്ടിക്ക് കൊടുക്കണം എന്ന് പറയില്ലേ, ആ ഒരു സ്നേഹം കാണിക്കുമെന്ന് പറഞ്ഞില്ലേ. അപ്പം ഞാനിവിടെ വന്നിരിക്കുമ്പോൾ കണ്ടോ, എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. പാവം തോന്നുന്നു, എന്താ ചെയ്യുക, തെരുവ് പെട്ടിയായിട്ട് വന്നിട്ട്. എന്നാലും അവന് പിന്നെ ആ വീട്ടുകാർ ഉച്ചയാകുമ്പോൾ ആ കാണുന്ന വീടില്ലേ, അവർ ഇവന് ഭക്ഷണം കൊടുക്കും. അങ്ങനെ ഈ പാവം കുട്ടി ഇവിടെ കഴിയണം. എല്ലാവരുടെയും ബിസ്ക്കറ്റും ഇതൊക്കെ വെച്ച്. പക്ഷെ വേറെ ചേച്ചി എന്തൊക്കെയോ കഴിക്കാനൊക്കെ കൊണ്ടുവരണ കാണാം. ഞങ്ങളുടെ ഇതാണ് പാടം. പുല്ല് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ വഴിക്കാൻ നേരെ പോയാലാട്ടോ പുല്ല്. ഇവിടെ കംപ്ലീറ്റ് ഈ റോഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡും പാടവും നടുവിൽ റോഡൊക്കെ ആയിട്ടാണ്. കണ്ടു, അടിപൊളി സ്ഥലമാണ്. സൂപ്പർ സ്ഥലമാണ്. പക്ഷേ വെള്ളം വന്നാൽ രക്ഷയില്ല കേട്ടോ. കഴിഞ്ഞ മഴയിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ഈ ഭാഗത്തുള്ളവർക്ക്. ഞങ്ങളുടെ കുറച്ച് കയറിയിട്ടാണ് വീട്. ഇവിടെ ഇപ്പം നിറച്ച് തുമ്പികൾ ഇങ്ങനെ കണ്ടില്ലേ, മഴ വരാനായിരിക്കണം. തുമ്പി നിറച്ച് തുമ്പിയാണ് ഇപ്പോൾ ഇവിടെ. ഈ പുല്ല് നിറഞ്ഞു, ഒന്നും കൂടിയും പുല്ല് നിറഞ്ഞു. അവിടെ ഞങ്ങൾ റൗണ്ട് ചെയ്ത് അവിടുത്തെ പുല്ലൊക്കെ ഒരുവിധം കളഞ്ഞു. ഇനി ഇവിടെ ഉണ്ട് പുല്ല്, ഇവിടെ ഇട്ട് വരയ്ക്കണം. അപ്പോൾ ശരി, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട്
ഞാൻ വീണ്ടും ഇന്നെന്താ ആഴ്ചയാണ്? ഇന്ന് ബുധനാഴ്ച, വെള്ളിയാഴ്ച നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ഓക്കേടാ ബായ് പറഞ്ഞേ. ബായ്. താങ്ക് യു സോ മച്ച്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ അതേപോലെ തന്നെ ലൈക്ക്, കമൻസ് എല്ലാം തരിക. പിന്നെ നോട്ടിഫിക്കേഷനിൽ ബെൽ അമർത്താണ്ട് പോവല്ലേ കേട്ടോ. അതൊന്ന് കൈയോട് അതും കൂടി ഒന്ന് അമർത്തിയിട്ട് പോണേ. ബായ്.